യെശയ്യാ പ്രവചനം 44 അധ്യായം 22 വാക്യം. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം ദൈവത്തിൻ്റെ ക്ഷമയുടെയും വീണ്ടെടുപ്പിൻ്റെയും മനോഹരമായൊരു ഉറപ്പാണ്, ഒരു വാഗ്ദാനമാണ്. നമ്മുടെ പാപങ്ങളുടെ വലുപ്പമല്ല, അതിനെ ഓർത്ത് നമ്മൾ എത്രമാത്രം ആഴത്തിൽ അനുതപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈശോ നോക്കുന്നത്. അങ്ങനെ നമ്മൾ അനുതപിച്ച്, ആത്മാർത്ഥമായിട്ട് അനുതപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടുന്ന് നമ്മെ സ്വീകരിക്കുന്നു, നമുക്കൊരു പുതുജീവൻ നൽകുകയും ചെയ്യുന്നു. ഇതാണ് സത്യത്തിൽ കുമ്പസാരത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കാൻ, ആത്മാർത്ഥമായിട്ട് അനുതപിക്കാനായിട്ടുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങളും തെറ്റുകളും എൻ്റെ പോരായ്മകളും അങ്ങയുടെ കരുണയിൽ തുടച്ചു നീക്കണമേ. അങ്ങയിൽ നിന്ന് അകന്നു പോയ ഓരോ നിമിഷത്തിനും അങ്ങയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിലേക്ക് എന്നെ വീണ്ടും ചേർത്ത് പിടിക്കണമേ. ഈശോയെ, അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനും വിശ്വസ്തനായി അങ്ങയെ ശുശ്രൂഷിക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാനും എനിക്ക് കൃപ നൽകണമേ. ആമേൻ. പുതിയ ധ്യാന ചിന്തകളുമായിട്ട് നമുക്ക് നാളെ കേൾക്കാം. അതുവരേക്കും ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടം തരാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.